കഴിഞ്ഞ ദിവസം കാലം ചെയ്ത ബിലീവേഴ്സ് സഭയുടെ സ്ഥാപകൻ ഡോക്ടർ മാർ അത്താനേഷ്യസ് യോഹാൻ മെത്രാപ്പോലീത്തയുടെ കബറടക്കം 21-ാം തീയതി തിരുവല്ലയിൽ നടക്കും. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ മരണവാർത്ത വന്നയുടൻ ചുവട്ടിൽ വന്ന കമൻറ്റുകൾ കണ്ട് ക്രൈസ്തവ സമൂഹം മാത്രമല്ല ലോക മലയാളികൾ വരെ ഞെട്ടിപ്പോയി. അത്രയ്ക്ക് സൈബർ ആക്രമണമായിരുന്നു. എത്രമാത്രം പരിഹാസങ്ങളാണ് കമൻറ്റ് ബോക്സിൽ വന്ന് നിറഞ്ഞത്. ഇങ്ങനെ അവഹേളിക്കാൻ മാത്രം അദ്ദേഹം സമൂഹത്തോട് ചെയ്ത തെറ്റെന്താണ്? ജീവിച്ചിരുന്നപ്പോൾ ഒരുപാട് വേട്ടയാടി, മരിക്കുമ്പോഴെങ്കിലും വെറുതെ വിട്ടുകൂടെ? അതല്ലേ മലയാളികളുടെ മാന്യതയും പക്വതയും മനുഷ്യത്വവും? വാളെടുക്കുന്നവനെല്ലാം വെളിച്ചപ്പാടായി മാറുന്നതാണ് കഴിഞ്ഞ 2 ദിവസമായി കണ്ടുവരുന്നത്. ഈ പരിഹസിക്കുന്നവരെല്ലാം KP യോഹന്നാൻ എന്ന പഴയ താറാവ് കൃഷിക്കാരനെയാണ് പറയുന്നത്. ഈ താറാവ് കൃഷി അത്രമാത്രം മോശമായ തൊഴിലാണോ? അത് മാന്യമായ കൃഷി തന്നെയാണ്. മോഷ്ടിക്കാനും കൊള്ളയടിക്കാനും ഒന്നും അല്ലല്ലോ അദ്ദേഹം പോയത്. സ്വന്തം കുടുംബത്തെ സഹായിക്കാൻ അദ്ദേഹം താറാവ് കൃഷിയിൽ ഏർപ്പെട്ടു. KP യോഹന്നാനെ വിമർശിക്കുമ്പോൾ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. വായിൽ സ്വർണ്ണക്കരണ്ടി കൊണ്ട് ജനിച്ചവരൊന്നും അല്ല ഈ വിമർശിക്കുന്നവരൊന്നും. ആ പഴയ താറാവ് കൃഷിക്കാരൻ ഇന്ന് സ്വന്തം പ്രയത്നത്താൽ ശതകോടികൾ ആസ്തിയുള്ള ഒരു സഭയുടെ അധിപനാണ്. ആ നിലയിലേക്ക് വളരാനായെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം കഴിവുകൊണ്ട് മാത്രമാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവല്ലയിൽ എത്രയെത്ര ക്രൈസ്തവ സഭകളുണ്ട്. ആ സഭകളോട് ആരോഗ്യകരമായ മത്സരത്തിലൂടെ തന്നെയാണ് KP യോഹന്നാൻ അനേക രാജ്യങ്ങളിൽ പടർന്നു പന്തലിച്ച് കിടക്കുന്ന ഒരു സഭ തന്നെ കെട്ടിപ്പൊക്കിയത്. അതിൻ്റെ സ്ഥാപക മെത്രാപ്പോലീത്തയായി ഇത്ര നാളും നയിച്ചത്. ഡോക്ടർ KP യോഹന്നാൻ എന്ന ഡോക്ടർ മാർ അത്താനേഷ്യസ് യോഹാൻ മെത്രാപ്പോലീത്തയെ താരതമ്യം ചെയ്യേണ്ടത് ഇന്നത്തെ ചില ന്യൂ ജനറേഷൻ സഭകളോടാണ്. അതായത് ഓരോ ദിവസവും പൊട്ടിമുളയ്ക്കുന്ന ചില സഭകളുണ്ട്. ചിട്ടി നടത്തിയും ബിസിനസ് നടത്തിയും ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പോയപ്പോൾ ജീവിക്കാൻ വേണ്ടി സുവിശേഷ കച്ചവടക്കാരായ ചിലരോട് ഇദ്ദേഹത്തെ താരതമ്യപ്പെടുത്തണം. അപ്പോഴേ KP യോഹന്നാനും ഇവരുമൊക്കെയായി തമ്മിലുള്ള അന്തരം മനസ്സിലാവും. വിശ്വാസികളെ ഉന്മാദാവസ്ഥയിലാക്കി പാടിച്ചും ചാടിച്ചും തുള്ളിച്ചും മറുഭാഷ എന്ന രീതിയിൽ പിച്ചും പേയും ഒക്കെ പറഞ്ഞും വിളിച്ചുകൂവിയും അവരുടെ കയ്യിലെ പണവും പോരാഞ്ഞ് സ്വർണം വരെ ഊരി വാങ്ങിച്ച് പുട്ടടിച്ച സുവിശേഷകരാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ള പലരും. സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ തൊട്ട് കാണിച്ചു തരാം. പക്ഷേ ഡോക്ടർ KP യോഹന്നാൻ എന്ന ഡോക്ടർ മാർ അത്താനേഷ്യസ് യോഹാൻ മെത്രാപ്പോലീത്ത അദ്ദേഹം ചെയ്തത് ഭാരതത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം കിടക്കുന്ന കൊച്ചു ഗ്രാമങ്ങളിൽ പോലും സുവിശേഷവുമായി എത്തി. അദ്ദേഹം കഷ്ടപ്പെട്ട് സമ്പാദിച്ചതിൻ്റെ നല്ലൊരു പങ്ക് ഈ സമൂഹത്തിന് വേണ്ടി ചിലവഴിച്ചു. എത്രയെത്ര സ്ഥാപനങ്ങളാണ് ആ മനുഷ്യൻ പടുത്തുയർത്തിയത്. തിരുവല്ലയിൽ തന്നെ ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ്, എത്രയോ പേർ അവിടെ ജോലി ചെയ്യുന്നു. സഭയോ സമുദായമോ ജാതിയോ മതമോ നോക്കാതെ അർഹതപ്പെട്ടവർക്ക് അവരവരുടെ യോഗ്യതയനുസരിച്ച് ജോലി കൊടുത്തു. എത്രയോ കുടുംബങ്ങളാണ് ആ ആശുപത്രി വഴി കഴിഞ്ഞു പോകുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയധികം കുറ്റപ്പെടുത്തലുകൾ കേട്ട ഒരാത്മീയ നേതാവ് വേറെ ഉണ്ടായി കാണില്ല. എത്രയധികം പരിഹാസങ്ങളും വിമർശനങ്ങളും കേട്ട ഒരാത്മീയ പ്രഭാഷകൻ വേറെ കാണില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങി അനുഭവിച്ചിട്ട് അദ്ദേഹത്തിന് തന്നെ പണി കൊടുത്ത സുവിശേഷകരും രാഷ്ട്രീയ നേതാക്കന്മാരും അനേകമുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും സഹായം പറ്റാത്ത പാസ്റ്റർമാരും സുവിശേഷകരും കുറവാണ്. ഞാൻ ഇന്നലെ ഒരു സുവിശേഷകനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, രാവിലെ ഉറക്കമുണർന്ന് വീടിൻ്റെ വാതിൽ തുറക്കുമ്പോൾ 1 ഡസൻ പാസ്റ്റർമാരും സുവിശേഷകരും അദ്ദേഹത്തെ കാണാനും സങ്കടങ്ങൾ പങ്കുവയ്ക്കാനും സഹായം വാങ്ങാനും വീടിൻ്റെ മുന്നിൽ ഉണ്ടാവുമെന്നാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്ന ആരെയും വെറും കൈയോടെ വിടാറില്ല. അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് സഹായിക്കും. അദ്ദേഹത്തെ ഒരുപാട് സമൂഹത്തിൽ ആക്ഷേപിച്ചത് തിരുവല്ലയ്ക്ക് സമീപമുള്ള ഒരു സഭയാണ്. എന്നാൽ ആ സഭയിലുള്ള പാസ്റ്റർമാരും സുവിശേഷകരുമാണ് ഇദ്ദേഹത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ സഹായം പറ്റിയിട്ടുള്ളവരും. എന്നോട് സംസാരിച്ച സുവിശേഷകനും പറഞ്ഞു അദ്ദേഹത്തെയും പലതവണ കൈയഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ടെന്ന്. കേട്ടപ്പോൾ അത്ഭുതമാണ് തോന്നിയത്. സഹജീവികളോട് ഇത്രയും കരുണയും സഹതാപവും കാണിക്കുന്ന, വന്ന വഴികൾ മറക്കാതെ മറ്റുള്ളവരിൽ ഒരാളായി ജീവിക്കുവാൻ ശ്രമിച്ച അദ്ദേഹത്തെ അടുത്തറിയാൻ ഈ വിമർശിക്കുന്നവർക്ക് ഒരുപക്ഷെ സാധിച്ചിട്ടില്ലായിരിക്കാം. ഒരു കാലത്ത് ജാതി മത സമുദായ ഭേദമന്യേ മലയാളികളുടെ പ്രഭാതങ്ങളെ സുവിശേഷ പ്രഭാഷണങ്ങൾ കൊണ്ട് ധന്യമാക്കിയ ഒരു റേഡിയോ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആത്മീയ യാത്ര എന്നായിരുന്നു അതിന് പേര്. സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട ജീവിതം അവസാനിപ്പിക്കണമെന്ന് പോലും ചിന്തിച്ചിരുന്ന അനേകായിരങ്ങളുടെ മനസ്സിലേക്ക് പ്രത്യാശയുടെ സന്ദേശം ആഴത്തിൽ വേരുറപ്പിച്ച ഒരു റേഡിയോ പ്രോഗ്രാമായിരുന്നു ആത്മീയ യാത്ര. ആത്മീയ യാത്ര എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം വിശ്വാസ സമൂഹത്തിൽ തരംഗമായി. നിനക്കെന്ത് പ്രശ്നമുണ്ടോ അത് ആത്മീയ യാത്രയിലേക്ക് കത്തിൻ്റെ രൂപത്തിൽ അയക്കാം. വർഷങ്ങളുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന സഭകളുടെ നടുവിൽ നിന്നുകൊണ്ട് ഒരു സാധാരണ ദൈവദാസൻ്റെ ആത്മീയ പ്രസ്ഥാനം വളർന്നു പന്തലിക്കാൻ തുടങ്ങിയപ്പോൾ അതിന് തുരങ്കം വയ്ക്കാനും ചില സഭകളും സുവിശേഷകരും ഇറങ്ങി. ഇതിനിടെ ആ പ്രസ്ഥാനം എപ്പിസ്കോപ്പൽ സഭയായി മാറി. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി.
സഭയ്ക്ക് കീഴിൽ സ്കൂളുകളും കോളേജുകളും ഹോസ്പിറ്റലുകളും സംഘടനകളും മറ്റനേകം പ്രസ്ഥാനങ്ങളും രൂപം കൊണ്ടു. സഭകളുടെ ഈറ്റില്ലമായ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വത്തുക്കളുള്ള സഭകളിലൊന്നായി മാറി. ഇന്നത്തെ ചില ന്യൂ ജനറേഷൻ സഭകൾ ചെയ്യുന്നത് പോലെ വിശ്വാസികളെ ഉന്മാദ അവസ്ഥയിലാക്കി പാവപ്പെട്ടവരുടെ സ്തോത്ര കാഴ്ചയിൽ കണ്ണും നട്ടുണ്ടാക്കിയതല്ല ബിലീവേഴ്സ് ചർച്ചിൻ്റെ സമ്പാദ്യം. 17 രാജ്യങ്ങളിൽ നിന്നുള്ള വിശ്വാസികളുടെ ദശാംശത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഡോക്ടർ KP യോഹന്നാൻ എന്ന സാധാരണ മനുഷ്യൻ്റെയും ബിലീവേഴ്സ് ചർച്ചിൻ്റെയും വളർച്ചയിൽ ഏറെ അസൂയപ്പെട്ടത് ക്രൈസ്തവർക്കിടയിലുള്ളവർ തന്നെയാണ്. തക്കം പാർത്തിരുന്ന പലരും അവസരം നോക്കി അദ്ദേഹത്തെ വേട്ടയാടിയപ്പോൾ അദ്ദേഹം സഹായിച്ചവർ പോലും മൗനം പാലിച്ചു. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനങ്ങളെയും കൊടുക്കാനാവുന്നത്ര ശ്രമിച്ചു. പക്ഷേ അതിൽ നിന്നെല്ലാം തന്ത്രപരമായി അത്ഭുതകരമായും രക്ഷപ്പെടുത്താനും ദൈവം അദ്ദേഹത്തെ സഹായിച്ചു. ദൈവം അദ്ദേഹത്തോടൊപ്പമായിരുന്നു. ചില ഓൺലൈൻ മാധ്യമങ്ങളും അതിന് പൊടുപ്പും തൊങ്ങലും ചേർത്ത് പരമാവധി പ്രചാരണം കൊടുത്തു. പക്ഷേ അതിനും അധികം ആയുസ്സുണ്ടായിരുന്നില്ല. അവരൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പശ്ചാത്തപിക്കേണ്ടുന്ന സാഹചര്യം വന്നതും പൊട്ടിക്കരയുന്നതും നമ്മൾ നേരിട്ട് കണ്ടു. ഇന്നലെ മറ്റൊരു ഓൺലൈൻ വിദ്വാൻ്റെ കുമ്പസാരവും നമ്മൾ കണ്ടു. ഇനിയും വരും അനേകം ഏറ്റുപറച്ചിലുകളും കുമ്പസാരങ്ങളും. അത് പ്രകൃതി നിയമമാണ്.